ബിഗ് ബോസിൽ പുതിയ ആരോപണം. അനീഷിനെ ശോഭ ഹറാസ് ചെയ്തു. ആദ്യം അനുമോള്, രണ്ടാമത് ഷാനവാസ്, ദാ ഇപ്പം അനീഷ്. ആക്ച്വലി കല ഉടയ്ക്കുന്ന രീതിയിലാണ് അനീഷ് കൊണ്ടുപോയി നല്ലൊരു ഫണ്ണിനെ കൊണ്ട് എത്തിച്ചത്. കാരണം പുള്ളിക്കാരൻ അതൊരു ഫണ്ണായിട്ട് എടുക്കാതെ, കാരണം ബിഗ് ബോസ് ഷോയാണ്, അവിടേക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫണ്ണൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സീസണിൽ മാത്രമാണ് ഇത്രയും അലിഗേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കാതെ ആ ഒരു കൂട്ടത്തിലേക്ക് ചെന്ന് കയറുകയായിരുന്നു അനീഷും കൂടി എന്ന് എനിക്ക് തോന്നുന്നു. അനീഷിന്റെ ഒരു ആരോപണം തന്നെയാണ് ശോഭയ്ക്കെതിരെ. ആദ്യം ഞാൻ വിചാരിച്ചു അനീഷ് എന്തോ ഒരു ഗെയിം പ്ലാൻ കളിക്കുവാണെന്നുള്ള രീതിയിൽ വിചാരിച്ചു. കാരണം ജനറൽ മാനേജറിന്റെ അടുത്താണ് വഴക്കെടുക്കുന്നത്, തങ്ങളുടെ സ്റ്റാഫിന് നേരെ ഒരു അതിക്രമണം ചെയ്തിട്ടും ഈ പറയുന്ന പോലെ താങ്കൾ ഒരു ആക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ താങ്കൾ അതിന് റിയാക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ല, തടയുകയോ ഒന്നും ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു ആക്ട് ചെയ്തു, തൻ്റെ സ്റ്റാഫിന് ഇങ്ങനെ ഒരു അപമാനം ഏൽക്കപ്പെട്ടു, അപ്പോൾ ആ അപമാനത്തിന് പ്രത്യുപകാരമായിട്ട് ഒരു സ്റ്റാർ കൂടെ എക്സ്ട്രാ കൊടുക്കുക, അങ്ങനെ ഒന്നും തന്നെ GM ചെയ്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഗെയിം കളിക്കാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെന്നാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷെ പിന്നീട് ഷിയാസ് വന്നിട്ട് സംസാരിച്ചു, എടാ പോട്ടത് വിട്, നീ ഫുഡൊക്കെ കഴിക്കുക, കാരണം ടാസ്ക് കഴിഞ്ഞല്ലോ, ഇനി നാളെ നീ ഇരിക്കുക സമരത്തിന് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കിന് അനീഷ് പറയുന്നു, ഷിയാസിൻ്റെ അടുത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നെ അധിക്ഷേപിച്ചത് ശോഭയാണ്. പിന്നെ അത് ശോഭയുടെ നേർക്കായിട്ട് മാറി. അപ്പോൾ ശോഭയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് ശോഭ വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് സംസാരിച്ച് അത് ശോഭ കരഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് സോറി പറയുകയുണ്ടായി. അനീഷിന് സ്റ്റാർ കിട്ടാത്തതിൻ്റെ ഉള്ള വിഷമത്തിൽ തുടങ്ങിയ സീൻ അനീഷ് കൊണ്ടെത്തിച്ചത് ലാസ്റ്റ് ശോഭയോടുള്ള റിവെഞ്ച് എന്നുള്ള രീതിയിൽ ശോഭയുടെ മുഖം തിരിച്ച് നടന്നാൽ ശോഭയെ കൊണ്ട് സോറി പടയിപ്പിക്കുന്ന രീതിയിൽ വരെ കൊണ്ടെത്തിച്ച കാര്യങ്ങൾ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് അനീഷിന് അത്രയും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത ശോഭയെ അനീഷ് സോറി പറയിപ്പിക്കുകയായിരുന്നു. അനീഷ് ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഇങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, അതായത് തന്നെ കയറി പിടിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ടച്ച് ചെയ്തു, തന്നെ അൺകംഫർട്ടബിൾ ആക്കി, തന്നെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ, അതായത് ഒരു ഫണ്ണായിട്ടുള്ള കാര്യത്തിനെ, അത് ആ ഒരു ടൈമിൽ അവരും ഫണ്ണായിട്ട് എടുക്കുന്ന ഒരു കാര്യത്തിനെ പിന്നീട് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് അതാരാണോ അത് എതിർചേരിയിൽ നിൽക്കുന്ന അയാളെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നത്, അതും കരഞ്ഞൊക്കെ സോറി പറയിപ്പിക്കുന്ന ലെവലിൽ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത്, അതും ഗസ്റ്റായിട്ട് വന്ന ഒരാളെ കൊണ്ടൊക്കെ എത്തിക്കുന്നത് പറയുമ്പോഴത്തേന് ആ ഒരു ടാസ്ക് തന്നെ വൻ പരാജയമാണ്. കാരണം അതിനകത്ത് പിന്നെ ഇനി എന്തോ ഫണ്ണ് കാണിക്കാൻ പറ്റും? കാരണം കാണുന്ന ആൾക്കാർക്ക് ഇച്ചിരിയെങ്കിലും ഫണ്ണ് വേണ്ടേ? അപ്പം അങ്ങനെയുള്ള രീതിയിൽ ആ ബിഗ് ബോസ് ഷോ എന്താണെന്നറിയാതെ ഇങ്ങനെ ഒരു അലിഗേഷനും മറ്റേതും മറിച്ചതൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഗെയിം കളിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കറിയത്തില്ല ഈ ഷോ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. സീരിയസ്ലി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഈ അക്ബർ, ജിസൈൽ, ആര്യൻ, ഇവരൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആര്യൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജിസൈലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അക്ബറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുറേ അധികം പിഴവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ ഈ അലിഗേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്നതിലും ഭേദം അവരൊക്കെ കുറച്ചും കൂടി ജെന്യൂൻ ആണ് ആ കാര്യത്തിനകത്ത്. ഫണ്ണിനെ ഫണ്ണായിട്ട് എടുക്കുന്നുണ്ട്, കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് കുറച്ചും കൂടി തരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ആരുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കണം, ആരുടെയൊക്കെ കാര്യങ്ങൾക്ക് മറുപടി പറയണം. കാരണം ഓരോ ദിവസവും ഓരോ അലിഗേഷൻസാണ്. എത്ര അലിഗേഷൻസ് എടുക്കാൻ പറ്റും ലാലേട്ടന്? കാരണം 2 അലിഗേഷൻ വന്നപ്പോഴത്തേന് 2 എപ്പിസോഡിലായിട്ട് അത് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 3-4 എപ്പിസോഡ് പോകുമല്ലോ ഈ ഒരു വീക്കിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പേഴ്സണലി അനീഷ് കാണിച്ച കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിന് ആക്ച്വലി അതൊരു ഗെയിമാണെന്ന് അറിയാം, ഗെയിമിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തതെന്നും അറിയാം, അവരെല്ലാവരും അവരവരുടെ ക്യാരക്ടറിൽ നിന്നിട്ടാണ് ചെയ്തതെന്ന് അറിയാം. എന്നിട്ടത് പേഴ്സണലി എടുക്കുന്നു. ശരിയാണ്, അനീഷിൻ്റെ ക്യാരക്ടറിൽ നിന്നിട്ട് സമരം ചെയ്യണം, അല്ലെങ്കിൽ ആ ഗസ്റ്റ് ചെയ്തതിനെ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ജനറൽ മാനേജറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞ് ആ ഒരു ലെവലിൽ ഗെയിം കൊണ്ടുവന്നതിന് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഗെയിമിനെ പിന്നെ പേഴ്സണൽ ലെവലിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ശോഭേനെ കൊണ്ട് സോറി പറയിപ്പിച്ചാണ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ശോഭയോട് പറയാം, ഇതെൻ്റെ ഗെയിമാണ് ആക്ച്വലി, അപ്പോൾ അത് ഞാൻ GMൻ്റെ അടുത്തു നിന്നാണ് എനിക്കത് ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ഗെയിം കളിക്കാം പുള്ളിക്കാരന്. അതല്ലാതെ അവിടെ ഒരു പേഴ്സണൽ റിവെഞ്ച് കൊണ്ടിടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു.